കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 37-ാം സങ്കീർത്തനത്തിനകത്തുള്ള ഒരു ഉള്ളടക്കമെന്ന് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവൻ്റെ സുരക്ഷിതത്വവും ദുഷ്ടൻ്റെ സുരക്ഷിതത്വം ഇല്ലായ്മയും. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ഉള്ളടക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വായിച്ച 7-ാം വാക്യം ശ്രദ്ധിക്കേണ്ടതാണ്. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക എന്നാ പറയുന്നത്. പലയിടത്തും എന്തും എൻ്റെ അർത്ഥം, നമ്മൾ ദൈവം പ്രവർത്തിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ പല വിഷയങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പല കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യും. ചിലത് നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി ചില സാഹചര്യങ്ങളിൽ വേഗത്തിൽ വെളിപ്പെടുന്ന പ്രാർത്ഥനയുടെ മറുപടികളുണ്ട്. എന്നാൽ ചിലത് താമസിക്കുന്ന മേഖലകളുണ്ട്. പ്രീശലോ ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. വരൻ നിശ്ചയം, ഒരിക്കലും അത് താമസിക്കുകയില്ല. താമസിച്ചാലും അതിനായി കാത്തിരിക്കുക. അപ്പം എൻ്റെ അർത്ഥം അതിനകത്തൊക്കെ ഈ താമസിക്കും എന്നൊരു ചിന്ത പറയുന്നുണ്ട്. സ്തോത്രം. 40-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29 മുതലുള്ള വാക്യങ്ങൾ. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറയുന്നത്. അവിടെയും ഒരു കാത്തിരിക്കുന്ന ഒരു വിഷയത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേഗത്തിൽ മറുപടി ലഭിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. ചില വിഷയങ്ങൾക്കകത്ത് അല്പതാമസം എടുക്കുന്ന മേഖലകളുണ്ട്. സ്തോത്രം. അങ്ങനെ താമസം എടുത്ത് വന്ന വിഷയങ്ങൾ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അല്ലേ. ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതൽ നടന്നത് 400 വർഷത്തിന് ശേഷമാണ്. 40 വർഷമാണ് ഇസ്രായേൽ മരുഭൂമിയുടെ മണ്ണിൽ അലഞ്ഞു നടക്കേണ്ടി വന്നത്. അവിടെ എല്ലാം ഒരു കാത്തിരിപ്പ്, കാലഘട്ടങ്ങളുടെ കാത്തിരിപ്പ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ വിഷയത്തിനകത്ത്, ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് നാളെ മറുപടി ലഭ്യമാകുമെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. മറുപടി വെളിപ്പെട്ട് വരും. അതിന് ഒന്ന് ദൈവത്തിൻ്റെ സമയം, 2 നമ്മുടെ ഒരുക്കം ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായിട്ട് എന്ത് ചെയ്യണം? പ്രത്യാശിക്കണം. അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ എന്ത് ചെയ്യരുത്? മുഷിയരുത്. അപ്പം ദൈവമക്കളായ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മുൻപിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് കാര്യസാധ്യം പ്രാപിക്കുന്നവന്, കാര്യം സാധ്യത്തിന് വേണ്ടി അല്ലേ, നന്മകൾ പെട്ടെന്നുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. 2, ദുരുപായം പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഉപായം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. ബൈബിളിൽ നമുക്കറിയാം, നമ്മുടെ യാക്കോബിനെ കുറിച്ചൊക്കെ പറയുന്നത് ഉപായി ആയിരുന്നു എന്നുള്ളതാണ്. ഇത് ദുരുപായം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സെൻസോടുകൂടെ സ്തോത്രം, അരുതാത്ത പ്രവർത്തികൾ ചെയ്യുന്ന മേഖലകളെ അങ്ങനെയുള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്ത് ചെയ്യരുത്? മുഷിയാൻ നിൽക്കരുത്. സ്തോത്രം. അങ്ങനെ മുഷിയുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. പകരം ദൈവത്തിൻ്റെ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയത്തെ കൊടുക്കുകയും ദൈവത്തിൻ്റെ മുമ്പാകെ മൗനമായിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ആ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് വെളിപ്പെട്ട് വരുമെന്നുള്ളതിനകത്ത് ഒരു സംശയവും ഇല്ല. സ്തോത്രം. ഹാമാൻ എന്ന മനുഷ്യൻ മൊർദെഖായി എന്ന പ്രാർത്ഥിക്കുന്നവന് വിരോധമായിട്ട് അനീതിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചല്ലേ. സ്തോത്രം. തകർക്കുവാനുള്ള തലങ്ങൾ വന്നു. നാബോത്തിനെ കൊന്നത്, നീതിമാനായ നാബോത്തിനെ ആഹാബും ഇസബേലും കൂടെ ചേർന്ന് കൊന്നത് അനീതിയുടെ വക്താക്കളായതുകൊണ്ടാണല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മടുപ്പുകളോ അസ്വസ്ഥതകളോ വരുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. സ്തോത്രം. ഒരു പക്ഷെ പറഞ്ഞാൽ നടക്കാത്തത്, പറഞ്ഞാൽ ശരിയാകാത്തത്, നമ്മൾ കുറേ നാൾ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലെന്നുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ, മക്കളോടോ പ്രൈസിലൊക്കെ ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളിലൊക്കെ പലരും പറഞ്ഞു മടുക്കുന്ന മേഖലകളുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏത് അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയത്തെയും
ഇത് നടക്കത്തില്ലെന്ന് ഹൃദയത്തിൽ പറയുന്ന വിഷയത്തിനകത്തും ദൈവകരങ്ങളിലേക്ക് ആ വിഷയത്തെ കൈമാറി ദൈവത്തിൻ്റെ മുമ്പാകെ മൗനമായിട്ടിരിപ്പാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ കരുതൽ ശക്തിയോടെ ആ വിഷയത്തിനകത്ത് വെളിപ്പെട്ടു വരും. താമസിക്കുകയില്ല കേട്ടോ. മൊർദെഖായിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഹന്ന ദീർഘനാളുകൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ആ ദൈവം കൊടുത്തേ. അല്ല സ്തോത്രം, ഹല്ലേലൂയ, അല്ല പ്രൈസ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു ദൈവിക ഇടപെടൽ ശക്തിയോടെ ദൈവം വെളിപ്പെടുത്തും. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.